ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് വർക്ക് പ്രഷറായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വയ്യായികയായിരിക്കും. ഇന്നിനിപ്പോൾ ലീവിൽ നമ്മൾ വന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വയ്യായികയാണ്, ജലദോഷവും. കഴിഞ്ഞ ദിവസം ഞാനും മാമൻ പുറത്ത് കറങ്ങാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി സിനിമയ്ക്കും പോയി. അപ്പോൾ ഈ കറങ്ങാൻ പോയപ്പോൾ കാറ്റടിച്ചതും തിയേറ്ററിൽ പോയിട്ട് AC-ൻ്റെയും കൂടെ ആയപ്പം എനിക്ക് ജലദോഷം പിടിച്ചു. അങ്ങനെ അകത്ത് നമുക്ക് വാഷ് ബേസിൻ ഉണ്ടെങ്കിലും പുറത്ത് നിന്ന് പല്ല് തേക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെയാണ്. അതിനിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പാലക്കാട് വരുമ്പം കുടുംബത്തിലുള്ള ഓൾമോസ്റ്റ് പകുതി ആൾക്കാരും നമ്മൾ പുറത്തുനിന്ന് തന്നെ പല്ല് തേക്കുക. അങ്ങനെ പല്ലൊക്കെ തേച്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ അടുപ്പിൻ്റെ അടുത്ത് വന്ന് ജസ്റ്റ് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ ചക്കപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനും അമ്മമ്മയും കൂടി. അപ്പോൾ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചായിരുന്നു. രാത്രി വെച്ചത് കാരണം അധികാരം കഴിച്ചില്ല. അപ്പോൾ അതൊന്ന് രാവിലെ എടുത്ത് ചൂടാക്കി. അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ എൻ്റെ അടുത്ത് അവിടുന്ന് കുറേ വർത്തമാനം പറയുന്നുണ്ട്. എന്തൊക്കെയോ ഞങ്ങൾക്ക് അമ്മമ്മയ്ക്ക് എപ്പോൾ എന്ത് പറഞ്ഞാലും തീരില്ല കഥ, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് അമ്മമ്മേൻ്റെ സ്പെഷ്യൽ എന്താണ് ടീ പൗഡറാണ് കേട്ടോ. പിന്നെ രാവിലെ നമുക്ക് ഇവിടെ അല്ലാണ്ട് നമുക്ക് ദോശ ഇഡ്ഡലി അങ്ങനെ ഉണ്ടാവും രാവിലെ. പിന്നെ ചോറും കഴിക്കും രാവിലെ തന്നെ എല്ലാവരും. പിന്നെ ഇവിടെ 2-3 പട്ടിക്കുട്ടികൾ ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ട്, പട്ടികൾ. അതിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 5-6 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അമ്മമ്മ പറഞ്ഞു ഫുഡ് കഴിക്കാനൊന്നായിട്ടില്ലായിരുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ പ്രസവിച്ചിട്ട് 1 മാസമായപ്പോൾ അമ്മ പറഞ്ഞു ചോറും തൈരും കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതെടുത്തിട്ട് പോയതാണ്. ഇതിന്ന് കൊണ്ടുവന്നിട്ടെന്നല്ല, അത് കോഴി ഒട്ടാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട. ഇനിയിപ്പോൾ അമ്മച്ചൻ വരുമ്പോൾ ഇതിന് ഞങ്ങൾക്ക് കേൾക്കും ഒരുപാട്. അത് കഴിഞ്ഞ് ഇത് ഫസ്റ്റത്തെ 2ാമത്തെ പശുത്തൊഴുത്തിലും കുറച്ചുണ്ട്, അപ്പുറത്തുണ്ട്. ഇപ്പോൾ 2 നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇപ്പോൾ വിറക് വെക്കാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ 2ൽ പശുവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ നമുക്ക് വയ്യാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത് ജസ്റ്റ് ഒന്ന് വെയിലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഇത് വൈകുന്നേരം ഞങ്ങൾ ഇത് അടച്ചു വെക്കാൻ പോയ സമയത്ത് ഇതൊന്നൊരു ചേര ഇറങ്ങിപ്പോയി. അമ്മമ്മയ്ക്ക് പിന്നെ അത് ശീലമാണ്. അമ്മമ്മ പറഞ്ഞു ഇത് ഇവിടെ എപ്പോഴും വന്നിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മമ്മയ്ക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് അതൊരു പേടി തന്നെ ഉണ്ട് ഉള്ളിൽ അങ്ങനെ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് പിന്നെ കുറച്ച് രാവിലെ ചായ കുടിച്ചതിൻ്റെയും ഒക്കെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെക്കാൻ വിചാരിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പാത്രം ഒതുക്കി വെച്ചു. ഞാൻ ഇത്ര സ്പീഡിലൊന്നല്ല, ഞാൻ പതിയെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് അടിച്ച് വാരിയൊക്കെ ഇട്ടു. ഈ ഉറുമ്പ് നമ്മുടെ വാതിലിൻ്റെ ഇവിടെയൊക്കെ കടിച്ചിട്ട് അങ്ങനെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തുടച്ചത് കാരണം ഒന്നര തുടയ്ക്കുന്നു. നമ്മുടെ വീട്ടിലെ പോലെ അവിടെ ഒത്തിരി ഉണ്ട് തുടയ്ക്കാൻ, അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ടേ തുടയ്ക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അലക്കാൻ കുറച്ചുണ്ടായിരുന്നു. മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിലും ചില ഡ്രസ്സൊന്നും മെഷീനിൽ അലക്കിയിട്ടുണ്ടെങ്കിൽ ചെളി പോകത്തില്ലല്ലോ, അതുകൊണ്ട് ബാക്കിയൊക്കെ കല്ലിലൊക്കെ വിചാരിച്ചെടുത്തു. അപ്പോൾ ഇന്ന് ഉച്ച വരെ ഇത്രയേ ഉള്ളൂ ഗൈസ്.